Hello guys, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഒരു വെറൈറ്റി വീഡിയോസ് ആണ്. ചെയ്യാറുള്ള വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഒരു അൺബോക്സ് വീഡിയോ ആണ് സ്മാർട്ട് വാച്ചിൻ്റെ ഉണ്ടല്ലേ. ഇതാണ് സ്മാർട്ട് വാച്ച്. ഹൈനോടെക് ജർമ്മനി എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സ് ആണ്. അതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് RW-22 ഉണ്ടല്ലേ. RW-22 എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. IP68 വാട്ടർ പ്രൂഫാണ്. പിന്നെ ബ്ലൂടൂത്ത് കോളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3 സ്ട്രാപ്പ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. 3 സ്ട്രാപ്പ് തരുന്നുണ്ട്. പിന്നെ 2 ആഴ്ചയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എല്ലാം പറയുന്നത് കമ്പനി. അപ്പോൾ നമുക്ക് സാധനം അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് കാര്യമായിട്ടൊന്നുമില്ല. വാച്ച് ഉണ്ട്, വാച്ചിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ 3 സ്ട്രാപ്പ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ QR കോഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാച്ച് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാച്ചിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളതും പിന്നെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരുന്നതാണ്. നമുക്ക് അൺബോക്സ് ചെയ്യണ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വാച്ചിൻ്റെ കേസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, കണ്ടല്ലോ. അതാ കറക്റ്റായിട്ട് ഇവിടെ അതെല്ലാം ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മോഡൽ നമ്പറാണ് എഴുതിയിട്ടുള്ളത് RW-22. പിന്നെ ബാറ്ററി ലൈഫ് 3Strap, ബ്ലൂടൂത്ത് കോള്, IP68. നല്ല അടിപൊളി ബ്ലാക്ക് കളറായിട്ടാണ്, നല്ല അടിപൊളി ഡിസൈനാണ്. ഹൈനോടെക് ജർമ്മനി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. ഹൈനോടെക് ജർമ്മനി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. സാധനം ബോക്സ് നമുക്ക് അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നത് കണ്ടില്ല, ഒരു QR കോഡുള്ള അവരൊരു വാറണ്ടി കാർഡാണ്. എന്താ വേണ്ട, ഒരു വാറണ്ടി കാർഡാണ് തന്നിട്ടുള്ളത്. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലിപ്പാണിത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ. വാച്ച് ഇത് അങ്ങനെ സൂപ്പറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. ഹൈനോടെക് ജർമ്മനിയിൽ നിന്ന് ഇതവിടെ അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ കാണാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് വാച്ച് കേസിൽ നിന്നിട്ട് എടുക്കാം. നല്ലൊരു ബിൽ ക്വാളിറ്റി ഉള്ള വാച്ച് ഇട്ടാ. അത് നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് നമുക്ക് അറിയുന്നുണ്ട്. സൂപ്പർ. അപ്പോൾ വാച്ച് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നോക്കി നോക്കാം. അകത്ത് ഇതാ 2 സ്ട്രാപ്പും കൂടിയുണ്ട്. 2 സ്ട്രാപ്പ് വരുന്നുണ്ട്. അതിൽ നമുക്ക് നോക്കി നോക്കാം. സ്ട്രാപ്പ് ഒരു ലെതറിൻ്റെ ബ്ലാക്ക് സ്ട്രാപ്പാണ് ഉള്ളത്. ലെതറിൻ്റെ ബ്ലാക്ക് സ്ട്രാപ്പ്, ഒരു സിലിക്കോൺ ടൈപ്പ് ബ്ലാക്ക് സ്ട്രാപ്പാണ് ഉള്ളത്. പിന്നെ ചാർജറിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ചാർജറാണ്. ആ ചാർജർമേലും ഇതാ ഹൈനോടെക് ജർമ്മനിയിൽ നിന്ന് അവരെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. ചാർജ് മാഗ്നറ്റ് ചാർജറാണ് കേട്ടോ, മാഗ്നറ്റ് ചാർജറാണ്. ഓക്കെ. പിന്നെ കാര്യമായിട്ട് ബോക്സിലൊന്നുമില്ല. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് വാച്ചിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട്. അത് ഇതാ എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി വെക്കാം. ഗ്ലാസുമേലും ഹൈനോടെക് ജർമ്മനിയിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ട്. അത് നമുക്ക് അടത്തി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു ബിൽ ക്വാളിറ്റി തന്നെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലെല്ലാം സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കറുകളെല്ലാം നമുക്ക് അടത്തി കളയാം. ഒരു പ്ലാസ്റ്റിക് ഒരു കവർ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇതെല്ലാം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമുക്ക് ഓക്കെ. നമ്മൾ അതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കറെല്ലാം അടത്തി കളഞ്ഞ് നല്ലൊരു സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രാപ്പാണ്. നല്ല ബിൽ ക്വാളിറ്റി നമുക്ക് അത് കയ്യിൽ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഇനി ഓൺ ചെയ്യാൻ ഈ ബട്ടനാണ്. ഈ ബട്ടൺ പ്രസ് പിടിച്ചുകൊണ്ട് നമുക്കിത് ഓൺ ചെയ്യാം. അയ്യോ, ഓൺ ചെയ്ത് വരുമ്പോൾ അവിടെ ഹൈനോടെക് ജർമ്മനിയിൽ നിന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് നമുക്ക്
ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത്. വാവ്, ഒരു അടിപൊളി ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൂപ്പർ ഡിസ്പ്ലേ കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള മോഡൽ നമുക്ക് വെക്കാം. പക്ഷെ അത് ഓണായി വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് ഡിസ്പ്ലേ എന്നാണ്. നല്ല സൂപ്പർ ഡിസ്പ്ലേ തന്നെ ആയിരുന്നു. അതാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു ലുക്കില്ലേ, നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു കമ്പനി നമുക്ക് സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ ഇങ്ങോട്ട് വായിക്കുന്നുണ്ടാൽ ബാറ്ററി കുറവാണ്. നമുക്ക് ബാറ്ററി ഇത് ചാർജറിന് ഇടണമെങ്കിൽ ബ്ലൂടൂത്ത് കാണിച്ചിട്ടുണ്ട് ഇവിടെ, അതുപോലെ സൗണ്ട്, പിന്നെ ചാർജിങ്ങിൻ്റെ ആ ഒരു ഇതുമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. പിന്നെ ഇവിടെ നോക്കാം. ഇവിടെ വന്നിട്ടുണ്ടാലാണ് ഇതിൻ്റെ ഒരുപാട് ഫ്യൂച്ചർ ഓപ്ഷനുകൾ എടുക്കുന്നത്. ഈ സൈഡിലേക്ക് നീക്കുന്നുണ്ടാലാണ് കോള്, ഫോൺ ബുക്ക്, മെസ്സേജ്, ബ്ലൂടൂത്ത്, അങ്ങനെ ഒരുപാട് ഫ്യൂച്ചറുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, അങ്ങനെ പിന്നെ ക്യാമറ, സ്പോർട്സ് മോഡ്, മ്യൂസിക്, അങ്ങനെ ഒരുപാട് നമ്മളെ ഒരു സ്മാർട്ട് മൊബൈലിലുള്ള എല്ലാ സംഭവങ്ങളും ഈ സ്മാർട്ട് വാച്ചിൽ അടക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ബാക്ക് പോകാനുള്ളതാണ് ഈ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പോകും. ഈ സൈഡിലേക്ക് നീക്കുന്നുണ്ടാലാണ് കാണുന്നത്. നമുക്ക് സ്പോർട്സിൻ്റെ എല്ലാം അത് കാണിച്ചിട്ട് റണ്ണിങ്, ബൈക്ക്, അതുപോലെ വാക്കിങ്, പിന്നെ എന്തിട്ടുള്ളത് ഒരുപാട് ഫ്യൂച്ചർ ഉണ്ടല്ലോ. യോഗ, ബാഡ്മിൻ്റൺ, ഫുട്ബോള്, യോഗ, പിന്നെ ഇതാണ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ അതിലുണ്ട്. ബാക്ക് അടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക് പോകും. അത് സ്വിച്ച് ഓഫ് ഓൺ ചെയ്യാനുള്ളതാണ്. ഈ സൈഡിലേക്ക് ഒന്നും നല്ലതില്ല. പിന്നെ അലാറം ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, കലണ്ടർ ഉണ്ട്, ലാംഗ്വേജ് സെറ്റിങ്, ആപ്പ്. ഇതിലാണ് QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഇത് കണ്ടില്ല, ഇതിലും കാണിച്ചിട്ടുണ്ട്. ഈ QR കോഡ് മൊബൈൽ സ്കാൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആപ്പ് വർക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സെറ്റിങ്ങിൽ പോയിന്നുണ്ട്. എന്തൊക്കെയുള്ള ഇനി സെറ്റിങ്സിൽ ക്ലോക്ക്, TV സെറ്റിംഗ് ആണ്, ബ്ലൂടൂത്ത് സെറ്റിംഗ് ആവും, സൗണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. റീസ്റ്റാർട്ട് ചെയ്യുക, പിന്നെ എന്തൊക്കെയുണ്ട്, ഡിസ്പ്ലേ സെറ്റിംഗ്, വോളിയം സൗണ്ട് ഉണ്ട്. വോളിയം നമുക്ക് ഇതാ ഏതെല്ലാം മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള വോളിയത്തിൻ്റെ ഉണ്ട്. വോളിയം കൂട്ടാനുള്ളത്, കുറയ്ക്കാനുള്ളത് ഉണ്ട്. കണ്ടില്ലേ, ഇത് വോളിയം കൂട്ടാനുള്ളത്, കുറയ്ക്കാനുള്ളത്. അങ്ങനെ ബാക്ക് അടിക്കേണ്ടതാണ് സെറ്റിങ്ങാണ് കാണുന്നത്. ഓക്കെ, പിന്നെന്താണ് അടുത്ത് പോകാനുള്ളത്, കലണ്ടർ സെറ്റ് ചെയ്യുക. പിന്നെന്താണുള്ള കാൽക്കുലേറ്റർ, കാൽക്കുലേറ്റർ. അതെല്ലാം ടച്ചെല്ലാം ഭയങ്കര നല്ല സ്മൂത്ത് കേട്ടോ, അടിപൊളി ടച്ച് എന്താ പറയുക സൂപ്പർ ടച്ച്. അടിച്ചിട്ട് അത് ക്ലിയർ ചെയ്യുക. ശരിക്കും പറയുമ്പോൾ ഒരു മൊബൈൽ ഉള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിലുണ്ട്. അലാറം ഉണ്ട്. പിന്നെ ഇതെന്താണ് സംഭവം, ക്യാമറ മൊബൈൽ കണക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അത് ആവുള്ളൂ കേട്ടോ. നമ്മളെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മളെ ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിലുള്ള അതിന് വേണ്ടിയിട്ടുള്ളതാണ് സംഭവമാണിത്. എല്ലാം കൊണ്ട് സൂപ്പറാണ്. ഹൈനോടെക് ജർമ്മനി നല്ല അടിപൊളി കിടില സൂപ്പർ സ്മാർട്ട് വാച്ചാണ്. ഇനി അത് നമ്മളെ കയ്യിൽ കെട്ടിയിട്ടൊന്ന് നോക്കി നോക്കാം അല്ലേ. പക്ഷെ എൻ്റെ കൈ ചെറുതട്ടാ, എൻ്റെ കൈ ചെറുതായത് കൊണ്ട് അത് ശരിക്കും ഒരു ഇതായി കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി തടിയൊക്കെയുള്ള കൈയാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ഗായ്സ്. അപ്പം നമ്മളെ എൻ്റെ ടൈമെല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ കൈമൽ ഞാൻ കെട്ടിയിട്ടുണ്ട്. കൈമ കെട്ടിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇട്ടില്ല കേട്ടോ. ടൈറ്റാക്കി കെട്ടിയപ്പോൾ സെൻസറെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കൈ ഇങ്ങനെ ഇതാക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഓപ്പൺ ആയി വരുന്നുണ്ട്. കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇങ്ങനെ നമ്മുടെ സെൻസറെല്ലാം വർക്ക് ആവുന്നുണ്ട്. നല്ല ഒരു ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ കൈക്ക് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. സാധനം സൂപ്പറാണ്, അടിപൊളി. ഒരുപാട്
ഓപ്ഷനുകളെല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം പിടിക്കും. നമുക്ക് അതൊന്നും കറക്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സാധാ സ്മാർട്ട് വാച്ച് പോലെ തന്നെ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള സൂപ്പർ സാധനമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഫ്യൂച്ചറുകൾ. അതുപോലെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ, നമ്മളെ ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ ബാറ്ററി കുറവാണ് കേട്ടോ. ബാറ്ററി ഫുൾ ചാർജിങ്ങിന് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇതില്ലാത്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്നുണ്ട് സാധനം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാധനം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം സൂപ്പർ. ഞാൻ ഇതിൻ്റെ സ്ട്രാപ്പെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി. സ്ട്രാപ്പെല്ലാം നമുക്ക് ഇതാക്കാൻ ചെയ്യാം, അതുപോലെ ഊരാനും പറ്റും കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് അഴിക്കണം എന്നുണ്ടെങ്കിലും പെട്ടെന്ന് പറ്റും. ഇവിടെ ഒരു ഇതുണ്ട്, പിന്നുണ്ട്. ഇതുണ്ട് നീക്കി കൊടുക്കുന്നുണ്ടല്ലോ. ഇതാ മറ്റുള്ള സാധാ വാച്ച് പോലെ തന്നെ അല്ല, കണ്ടില്ലേ? അടിപൊളിയായിട്ട് സാധനം ഊരിപ്പോകുന്നു. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമുക്കതേപോലെ ഇതിൻ്റെ സ്ട്രാപ്പെല്ലാം മാറ്റിയിടാനും പറ്റും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാധനം അടിപൊളിയാണ്. പിന്നെ ഇനി എല്ലാത്തിനും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ദോഷവശങ്ങളുണ്ടാവില്ല, അത് ഞാൻ കുറിച്ച് പറഞ്ഞുതരാം. ഇതിൻ്റെ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം സ്മാർട്ട് വാച്ചിലെല്ലാം കാണുന്ന ആപ്പാണ്. അത് എത്ര കൊണ്ട് നല്ല ഇതാണോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെ മൊബൈലിലെല്ലാം ആ ആപ്പ് കയറ്റിയിട്ട് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഹാങ് ആവുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുപോലെ ആപ്പ് നമ്മളെ മൊബൈലിന് അത്രയും സെക്യൂരിറ്റി ആണോ എന്നുള്ളത് അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ വന്നിട്ടൊരു പ്ലാസ്റ്റിക്, ഈ ഭാഗത്ത് വന്നിട്ട് ഫൈബർ ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഭാഗത്ത് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോഡിയാണ് കമ്പനി കൊടുത്തിട്ട്. അത് എനിക്ക് അത്ര അങ്ങോട്ടൊരു ഇത് തോന്നിയില്ല. അത് കുറച്ചും കൂടി ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ബോഡി കൊടുക്കുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫൈബർ ഗ്ലാസ് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വാട്ടർ പ്രൂഫാണ്. അതുപോലെ നമുക്ക് കോളിംഗ് ഉണ്ട്, അതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. കോളിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്, നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ നമുക്ക് മൊബൈൽ ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് ഇതിൽ നിന്ന് വിളിക്കുകയും ചെയ്യാം. അതേപോലെ കോൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെന്താണ് പറയാനുള്ളത്? അതൊക്കെ തന്നെയാണ്. നമുക്കിത് സ്ട്രാപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യാം. ഇതൊരു അടിപൊളി സംഭവമായിട്ടുണ്ട് കേട്ടോ. ഈ സ്ട്രാപ്പ് ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഫിറ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടല്ലേ. മറ്റുള്ള വാച്ച് പോലെയല്ല സംഭവം. ഇതാക്കണുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉണ്ടല്ലേ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം വർക്കാവുന്നുണ്ട് കേട്ടോ. സെൻസറെല്ലാം വർക്കാവുന്നുണ്ട്. അങ്ങനെ സംഭവം സൂപ്പറാണ്. എല്ലാം കൊണ്ടും അടിപൊളിയാണ് സാധനം. ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഹൈനോടെക് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.